ഇന്ന് നമ്മൾ നല്ല സൂപ്പർ ടേസ്റ്റി പെപ്പർ മഷ്റൂം ഉണ്ടാക്കാൻ പോവുകയാണ്. ചപ്പാത്തിയും പൊറോട്ടയുടെ കൂടെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അതിന് ഞാനൊരു 2 പാക്കറ്റ്, അതൊരു 400 ഗ്രാംസ് മഷ്റൂം എടുത്തിട്ടുണ്ട്. നോർമലി ആൾക്കാർ മഷ്റൂം എന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് വെള്ളത്തിൽ കഴുകി എടുക്കത്തുള്ളൂ. പക്ഷേ ഞാൻ കാണിച്ചു തരാം. ഇത് ഇച്ചിരി കൂടി നീറ്റായിട്ട് നമ്മൾ ക്ലീനായി എടുക്കുകയാണെങ്കിൽ അത്ര നല്ലതാണ്. ഇതിങ്ങനെ ഇതിൻ്റെ സ്കിന്ന് പീൽ ചെയ്യണം. ഞാനിതെല്ലാം ബാക്കിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഒന്ന് കാണിച്ച് കൊടുക്കുകയാണ് ഇത് എങ്ങനെ ചെയ്യണമെന്ന്. ഇതിനെ നമ്മൾ ഒരു ഇച്ചിരി സ്കിൻ പീൽ ചെയ്യുകയാണെങ്കിൽ അത് നല്ല നീറ്റും ക്ലീനായി വരും. ഇങ്ങനെ ഓരോന്ന് മൊത്തം സ്കിൻ പീൽ ചെയ്ത് കഴിഞ്ഞ് ഇത് നമ്മളെപ്പോലെ കഴുകിയെടുക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ നല്ല ഒരു ക്ലീൻ മഷ്റൂം റെഡിയാവും. അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് നമ്മൾ ഇച്ചിരി കണ്ടിച്ച് കളഞ്ഞേക്കുക. പിന്നെ ഇതൊരു 2 രണ്ടായിട്ട് കണ്ടിച്ചിക്കുക. അപ്പോൾ ഇത് നമ്മുടെ എല്ലാം മഷ്റൂം റെഡി ആയിട്ടുണ്ട്. ആദ്യം മഷ്റൂമൊക്കെ നമ്മൾ ഇച്ചിരി മസാല ഇട്ട് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ പാകത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഇതിൽ നമ്മളിപ്പോൾ റെഡ് ചില്ലി മുളക് പൊടി എടുക്കാം, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ നമ്മുടെ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ടിട്ടുണ്ട്. 2 ടീസ്പൂൺ ഇതിൽ എണ്ണ ഒഴിക്കണം. നല്ലപോലെ മിക്സ് ആക്കണം. ഈ മസാലയിൽ നല്ലപോലെ മഷ്റൂം ഒന്ന് മിക്സായി വരണം. നമ്മൾ പെപ്പർ 1/2 സ്പൂണേ എടുത്തുള്ളൂ. ബാക്കി പെപ്പർ നമ്മൾ പിന്നെ അതിൽ ഗ്രേവിയിൽ ഇടാം. ഇനി അത് സൈഡിൽ വെച്ചിട്ട് പാനിൽ ഞങ്ങളൊരു 20 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബട്ടർ വേണ്ട, വെളിച്ചെണ്ണ മതിയെങ്കിൽ അത് മതി എടുത്താൽ മതിയെന്ന്. പിന്നെ ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ കൂടി ഇട്ട് അപ്പോൾ നമ്മുടെ ബട്ടർ കരിയാതെ ഇരിക്കും. അതിൽ ഞാൻ ഇട്ടിരിക്കുന്ന ഒരു ജിഞ്ചറും ഗാർലിക്കുമാണ്. അപ്പോൾ വെളുത്തുള്ളി ഒരു 8-10 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിൻ്റെ എടുത്തിട്ടുണ്ട്. നല്ലപോലെ 2 ഫ്രൈ ചെയ്യണം. സിമ്മിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഫ്രൈ ചെയ്യണം. ഫ്രൈ കഴിഞ്ഞ് നമ്മൾ അതിൽ വേപ്പിലയും പച്ചമുളക് ഇടുവാണ്. അത് രണ്ടും നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഫ്രൈ ആയി കഴിഞ്ഞ് നമ്മൾ മസാല പേട്ടി വെച്ച് നമ്മുടെ മഷ്റൂം ഇല്ലേ, ആ മഷ്റൂം ഇതിലോട്ട് ഇടണം. ഇനി നല്ലപോലെ ഇത് മിക്സ് ആക്കണം. ഇനി മഷ്റൂംക്ക് ഒരു 10 മിനിറ്റ് നമ്മൾ വേകാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല. മഷ്റൂം തന്നെ വെന്ത് വരുമ്പോൾ അത് വാട്ടർ റിലീസ് ചെയ്യും, ഈ വെള്ളം റിലീസ് ചെയ്യും. അപ്പോൾ 10 മിനിറ്റ് വെന്ത് കഴിഞ്ഞ് നോക്ക് നല്ലപോലെ വെള്ളം വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ലിഡ് കവർ മാറ്റിയിട്ട് നമ്മൾ കുറച്ച് നേരം ഇത് തിളപ്പിച്ചെടുക്കണം. ഇത് വെള്ളം പറ്റി പോകണം. അപ്പോൾ അങ്ങനെ നമുക്ക് ഇച്ചിരി നേരം സ്റ്റീർ ചെയ്തുകൊണ്ടിരിക്കാം. വെള്ളം ഇച്ചിരി പറ്റിപ്പോകാൻ ഒരു 5 മിനിറ്റ് സമയം എടുക്കും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ നമ്മളിത് വെച്ച് ഇച്ചിരി പറ്റിക്കഴിഞ്ഞ് ഇതിൽ നമ്മൾ ഇടാൻ പോകുന്ന സവോളയും ക്യാപ്സിക്കമാണ്. അപ്പോൾ സവോളയും ക്യാപ്സിക്കം നമ്മൾ ഇച്ചിരി വലുതായിട്ട് കണ്ടിച്ച് നമ്മൾ ഈ മഞ്ചൂരിയനൊക്കെ കഴിക്കുന്നപ്പോൾ ഉണ്ടാക്കില്ലേ, ആ രീതിയിൽ കണ്ടിച്ച് ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റ് വരും. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇടയ്ക്ക് ഇച്ചിരി ചവയ്ക്കാൻ വരുന്ന ഒരു നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് മിക്സ് ആക്കിയിട്ട് പിന്നെ അടിച്ച് ഒരു അടുപ്പ് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് കൂടി വേവിക്കാം. ഇപ്പം നല്ലപോലെ മിക്സ് ആക്കുക. അപ്പോൾ കാണാം വെള്ളം മൊത്തം ഓൾമോസ്റ്റ് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ലിഡ് ഇല്ലാതെ കവർ ഇല്ലാതെ തന്നെ നല്ലപോലെ ഇച്ചിരി ഫ്രൈ ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ ഇറച്ചിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലപോലെ ഫ്രൈ ചെയ്യൂലേ, അതേ രീതിയിൽ ഒരു സിമ്മിൽ വെച്ചിട്ട് കൂടുതൽ ഫ്ലെയിമിൽ വെക്കാതെ നല്ലപോലെ ഒരു 5 മിനിറ്റ് ഫ്രൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾ പതിയെ ഇത് നല്ല ഡ്രൈ ആയി മാറും. അപ്പോൾ കണ്ടോ, ഇപ്പം നല്ലപോലെ ഡ്രൈ ആയി, വെള്ളം ഒട്ടും ഇല്ല, നല്ല അതിൻ്റെ കളറും ആ ഒരു നല്ല ഒരോമ എന്ന് പറഞ്ഞാൽ നല്ല സ്മെല്ല് വരുന്നുണ്ട്, നല്ല ടേസ്റ്റി സ്മെല്ല് വരുന്നുണ്ട്. ഈ സമയത്ത് ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ കുരുമുളക് പൊടി ഇട്ട് തരാം. പിന്നെ കുറച്ച് വേപ്പില ഇട്ട് മിക്സ് ആക്കാം. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഈസി ആയിട്ട് നമ്മൾ പെപ്പർ മഷ്റൂം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് പൊറോട്ടേൻ്റെ കൂടെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ നല്ല ഇറച്ചിൻ്റെ ആ ഒരു ടേസ്റ്റും ഒരു ലുക്കും ഉണ്ട്. അപ്പോൾ പ്ലീസ് തീർച്ചയായും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക.